നമ്മുടെ ജീവിത വിജയമാണ് ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചെയർമാൻ പി കെ കൃഷ്ണദാസ് ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. 2009 മുതൽ പച്ചക്കറി മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോർഡിനേഷൻ കമ്മിറ്റിയും അതുപോലെ അനുബന്ധ മേഖലയിലെ കച്ചവടക്കാരും തൊഴിലാളികൾ ഉൾപ്പെടുന്ന കോർഡിനേഷൻ കമ്മിറ്റി കോർപ്പറേഷൻ്റെ ഈ നടപടിക്കെതിരെ സമരരംഗത്താണ്. വിവിധ സമരപരിപാടികളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത് കോഴിക്കോട് കോർപ്പറേഷൻ പാളയത്ത് നിന്ന് മാർക്കറ്റ് മാറ്റേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ലൈസൻസുകളായ കച്ചവടക്കാരെ 2 തവണ കത്തയച്ചത്. ഫസ്റ്റിൽ കത്തയച്ചത് ഞങ്ങളെ അഭിപ്രായം അറിയാൻ വേണ്ടിയില്ല, കച്ചവടക്കാരെ അഭിപ്രായം കോർപ്പറേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഡെപ്യൂട്ടി മേയർ ചേംബറിലേക്ക് എത്തിപ്പെടണമെന്നാണ് കത്തയച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈസൻസുകളായ കച്ചവടക്കാരെപ്പോഴും അവിടുത്തെ സംഘടനാ പ്രതിനിധികളെ കൂട്ടി സംസാരിക്കാൻ പോയപ്പോൾ സംഘടനാ പ്രതിനിധികളെ അവരുടെ ചർച്ചയ്ക്ക് ക്ഷണിച്ചില്ല. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരും അവരോട് സംസാരിച്ചില്ല. ഡെപ്യൂട്ടി മേയർ പോലീസ് ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞിട്ടും ഡെപ്യൂട്ടി മേയർ അത് തീരെ കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം അവിടെ കാത്തു നിന്നിട്ട് ഡെപ്യൂട്ടി മേയർ ചേംബറിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം ഞങ്ങൾ സമാധാനപരമായി അവിടെ പോലെ ചെയ്തു. അന്ന് ഞങ്ങൾ അഭിപ്രായങ്ങളൊന്നും ചോദിച്ചില്ല, ഇതേവരെ വേറെ ഒരു അഭിപ്രായം ചോദിച്ചില്ല. പിന്നെ കഴിഞ്ഞ മാസം കോർപ്പറേഷൻ ഒരു നോട്ടീസ് കൂടി അയച്ചു. നിങ്ങൾക്ക് കല്ലുത്താങ്കടവിൽ കൂടുതൽ സ്ഥലങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇതും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷന്റെ ബിൽഡിങ്ങിലുള്ള 140 കച്ചവടക്കാരെ മാത്രമേ പാളയത്തൊന്നും മാറ്റുന്നുള്ളൂ. പച്ചക്കറി മാർക്കറ്റ് തന്നെ 158 കടകളുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ബിൽഡിങ്ങിൽ 40 കടകളുണ്ട്. ഇത് കൂടാതെ ഫ്രൂട്ട്സ് മേഖലയിൽ 140ഓളം കച്ചവടക്കാരുണ്ട്. ഇവരാരും മാറ്റാതെ കോർപ്പറേഷൻ ബിൽഡിങ്ങിലുള്ള 140 കച്ചവടക്കാരുണ്ട്. ഇന്നിപ്പോൾ പച്ചക്കറി മാർക്കറ്റിൽ ഉള്ള സൗകര്യം ഇല്ലാത്ത ഇന്ന് ചെറിയ ഒരു മൊബൈൽ ഷോപ്പിന് കച്ചവടം ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള ഷോപ്പാണ് കല്ലുത്താങ്കടവിൽ ഉണ്ടാക്കിയത്. അങ്ങോട്ട് മാറി